നമസ്കാരം, രമ്യാസ് മാത്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 2 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാർച്ച് 2018 ചോദിച്ചിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ഒക്കെ നമ്മൾ ഇച്ചിരി ഒന്ന് വിട്ട് നിൽക്കുവാണല്ലേ, ഇപ്പോൾ സർക്കിൾസിൻ്റെ പുറകെയാണ് നമ്മൾ. അപ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The algebraic form of an arithmetic sequence is 5n plus 3. What is the first term of the sequence? Second one, what will be the remainder if the terms of the sequence are divided by 5? നോക്കിക്കേ, ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The algebraic form of an arithmetic sequence is 5n plus 3. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ട്. എന്താണ് ആൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് ടേം എക്സ് എന്ന് തന്നിട്ടുണ്ട് ആണല്ലോ. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് വിൽ ബി ദ ഫസ്റ്റ് ടേം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. എന്താണ്? x1, എന്നിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സ് എൻ എന്ന് പറയുന്നത് 5n plus 3 ആണ്. അതിൽ എന്നിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് x1 കണ്ടുപിടിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, what will be the remainder if the terms of the sequence are divided by 5? What will be the remainder if the terms of the sequences are divided by 5? ഈ സീക്വൻസിൻ്റെ ടേംസ് എല്ലാം എഴുതിയെന്നിരിക്കട്ടെ. ആ സീക്വൻസിൻ്റെ ടേംസിന് ഓരോരുത്തരെ ആയിട്ട് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എങ്കിൽ കിട്ടുന്ന റിമൈൻഡർ എത്രയെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ടേമിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡറും എന്ത് ടേമിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡറും സെയിം ആണല്ലോ അല്ലേ. അതാണല്ലോ അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5n plus 3യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നത്? 5n plus 3യിലെ ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. 5n plus 3 അതാണ് നമ്മുടെ എന്ത് ടേമിൻ്റെ എന്താണ് ടേംസ് എന്ന് പറയുന്നത്. ഈ ടേമിനെ കംപ്ലീറ്റ് ആയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? ഫസ്റ്റ് ടേം 5n ആണ് അല്ലേ. 5ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് 3 ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ നോക്കിയേ, 5n plus 3 എന്ന് വെച്ചാൽ എന്താണ്? 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് 3. അപ്പോൾ ആ ടേമിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോവും അല്ലേ. ബാക്കി വരുന്ന ഈ 3 എന്തായിട്ടായിരിക്കും വരുന്നത്? റിമൈൻഡർ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ എത്രയാണ്? 3. അപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലേ. എന്താണ്? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനും റിമൈൻഡർ കണ്ടുപിടിക്കാനും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, the algebraic form of the sum of the first n terms of an arithmetic sequence is 2n square plus 8n. How many consecutive terms of the sequence starting from the first are added to get 330? Okay, the algebraic form for the sum of first n terms of an arithmetic sequence. Algebraic form തന്നിട്ടുണ്ട്. ആരുടെ algebraic form? The sum of first n terms എന്ന് വെച്ചാൽ എന്താണ്? sum of first n terms Sn-ൻ്റെ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താ തന്നിരിക്കുന്നത്? Sn is equal to 2n square plus 8n. sum of n termsൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. algebraic ഇക്വേഷൻ തന്നിട്ടുണ്ട്. How many consecutive terms of the sequence starting from the first are added to get 330? How many consecutive terms of the sequence starting from the first are added to get 330? അതായത് ഈ സീക്വൻസിൽ ആദ്യം മുതൽ എത്ര ടേംസിൻ്റെ സം എടുക്കുമ്പോഴാണ് 330 കിട്ടുന്നത് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. എത്ര ടേംസിൻ്റെ സം എടുക്കുമ്പോഴാണ് 330 കിട്ടുന്നതെന്നാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 330 എന്താണ്? Sn ആണ്. സം ഓഫ് n ടേംസ് ആണ്. n അറിയത്തില്ല. ഇനി സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ 3 മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുമല്ലോ. ആൾജിബ്രായിക് എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് n/2 ഇൻറ്റു x1 പ്ലസ് xn യൂസ് ചെയ്യാം. അതുപോലെ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇതിലേത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ n ഇല്ല. ഫസ്റ്റ് ടേം ഉണ്ടോ നോക്കിക്കേ. ഫസ്റ്റ് ടേം ഇല്ല. പക്ഷേ Sn-ൻ്റെ ഇക്വേഷനിൽ n-ന് പകരം 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ഒരു ടേമിൻ്റെ സം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ടേം മാത്രമല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ n-ന് പകരം 1 കൊടുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന S1 എന്ന് പറയുന്നത് ഏതിന് ഈക്വലാണ്? x1 ഫസ്റ്റ് ടേമിന് ഈക്വലാണ്.
ഇനി 2 കൊടുത്ത് നോക്കിയാലോ, S2 എന്ന് വെച്ചാലോ ആദ്യത്തെ 2 ടേംസിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും ഈ ഇക്വേഷനിൽ n പകരം 2 കൊടുത്താൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുന്ന് സെക്കൻഡ് ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? S1 അറിയാം, ഫസ്റ്റ് ടേം അറിയാം അല്ല, അതാണ് നമ്മൾ S1 ആയിട്ട് കണ്ടുപിടിച്ച x1. സെക്കൻഡ് ടേമിൻ്റെയും ഫസ്റ്റ് ടേമിൻ്റെയും സമ്മ് S2 അറിയാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? S2വിൽ നിന്നും S1 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും യൂസ് ചെയ്തുകൊണ്ട് എന്ത് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇനി അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഇവിടെ എത്ര ടേംസിൻ്റെ സമ്മാണ് 330 എന്നാണ്. ദാറ്റ് മീൻസ് അവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? നമ്പർ ഓഫ് ടേംസ് n ആണ് കണ്ടുപിടിക്കേണ്ടത്. സം എന്താണ്? തന്നിട്ടുള്ളതാണ് നമ്മുടെ സം. എത്ര ടേംസിൻ്റെ സമ്മാണ്? ദാറ്റ് ഈസ് ഫൈൻഡ് ദി നമ്പർ ഓഫ് ടേംസ്. എന്ത് കിട്ടുന്നത്? സമ്മ് 330 വരുന്ന നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുക. ഓക്കെ, ആ ഇക്വേഷനിൽ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് അത് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. There are 20 terms in an arithmetic sequence. Sum of the first and last term is 88. What is the sum of the second and 19th terms? If the 10th term is 42, what is the 11th term? What is the common difference of the sequence? Then what is the first term? ഇതാണ് 4 സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. നോക്കിക്കേ, there are 20 terms in an arithmetic sequence. Number of terms 20. n is equal to 20. Sum of the first and last term is 88. Sum of the first and last 20 terms are there. First term x1, last term 20th term. That is first termൻ്റെയും 20th termൻ്റെയും സം x1 പ്ലസ് x20 ആണ് നമ്മുടെ 88 വരുന്നത്. x1 പ്ലസ് x20, 1 പ്ലസ് 20, 21 ആണ് ആ പൊസിഷൻ്റെ സമ്മായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഏത് പൊസിഷൻ്റെ സം എടുത്താലും നമുക്ക് എന്താണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ നമുക്ക്. ഓക്കെ, അതെന്തായാലും അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെയും ലാസ്റ്റ് ടേമിൻ്റെയും സമ്മാണ് 88. ദാറ്റ് ഈസ് x1 പ്ലസ് x20 ആണ് നമ്മുടെ 88. വാട്ട് ഈസ് ദ സം ഓഫ് ദ സെക്കൻഡ് ആൻഡ് 19th ടേംസ്? നമുക്കറിയാമല്ലോ, സം ഓഫ് ദ ടേംസും എന്തിന് ഈക്വൽ ആണ്? പൊസിഷൻ ഓഫ് ദ ടേംസ്. എന്താണ്? പൊസിഷൻ്റെ സമ്മ് ഈക്വലായിട്ട് വരുന്ന ടേംസിൻ്റെ സമ്മ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. പൊസിഷൻ്റെ സമ്മ് ഈക്വലായി വരുന്ന ടേംസിൻ്റെ സം. ഇവിടെ നമ്മൾ കണ്ടു എന്തൊക്കെയാണ്? x1ഉം x20യും കൂടെ കൂട്ടുമ്പോൾ 88 വരുന്നു. അപ്പോൾ x1ഉം 20യും 1ഉം 20, 21 ആണ് പൊസിഷൻസിൻ്റെ സമ്മ്. ഇവിടെ നോക്കിക്കേ, സെക്കൻഡ് ടേമും 19th ടേമും പൊസിഷൻ ആരൊക്കെയാണ്? 2ഉം 19ഉം ആണ്. അപ്പോൾ ആ പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കിയേ, 19 പ്ലസ് 2 21. ഇവിടെയും എന്ത് തന്നെയാണ്? പൊസിഷൻ്റെ സമ്മ് 21 ആണ് എങ്കിൽ സം എത്ര തന്നെ ആയിരിക്കും? 88 തന്നെ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. Then if the 10th term of the sequence is 42, what is the 11th term? 10th term അറിയാം എങ്കിൽ 11th term എത്രയാണ്? കോമൺ ഡിഫറൻസ് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. പൊസിഷൻസും ടേംസും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ അറിയാം? കോമൺ ഡിഫറൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഓക്കെ, അത് വെച്ചിട്ടൊക്കെ ചെയ്ത് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് 10th term 42 ആണെങ്കിൽ 11th term എത്രയാണെന്ന് കണ്ടുപിടിക്കുക. Then what is the common difference of the sequence? What is the common difference of the sequence? Common difference കണ്ടുപിടിക്കുക. Then what is the first term? ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് എന്തും കണ്ടുപിടിക്കുക? ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ്. ഇനിയും 2 ക്വസ്റ്റ്യനും കൂടെ ബാക്കിയുണ്ട്. ഇനി നമ്മുടെ 4th ക്വസ്റ്റ്യൻ ആണ്. Consider the numbers between 100 and 300 which leave reminders 2 on division by 3. Okay. Consider the numbers between 100 and 300. 100നും 300നും ഇടയിൽ വരുന്ന നമ്പേഴ്സ്. എങ്ങനത്തെ നമ്പേഴ്സ് ആണ്? which leave a reminder 2 on division by 3. which leave a reminder 2 on division by 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഏതൊക്കെ നമ്പേഴ്സിൻ്റെ ഇടയിലാണെന്ന് നോക്കിക്കേ? 100നും 300നും ഇടയിൽ. അപ്പോൾ നമ്മുടെ സീക്വൻസ് എങ്ങനെയാണ്? 100നും 300നും ഇടയിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ ആയിട്ട് വരുന്ന സീക്വൻസ്. ഓക്കെ,
which is the first term of the sequence, which is the first term of the sequence. സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എത്രയാണ് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. സെക്കൻഡ് വൺ വിച്ച് ഇസ് ദ ലാസ്റ്റ് ടേം ഇൻ ദ സീക്വൻസ്. ഇപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കണ്ടുപിടിക്കുക സീക്വൻസിൻ്റെ. ഓക്കെ, ദെൻ ഹൗ മെനി സച്ച് നമ്പേഴ്സ് ആർ ദെയർ ഇൻ ദി സീക്വൻസ്. ഈ സീക്വൻസിൽ ഹൗ മെനി സച്ച് നമ്പേഴ്സ് ആർ ദെയർ ഇൻ ദ സീക്വൻസ്, എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര ടേംസ് ഉണ്ട്. 100-നും 300-നും ഇടയിൽ എത്ര കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡറായിട്ട് കിട്ടുന്ന ശിഷ്ടമായിട്ട് കിട്ടുന്ന രീതിയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ. നമ്പർ ഓഫ് ടേംസ്, എന്ത് ടേം അല്ലേ. ഇവിടെ നിന്ന് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ടേം കിട്ടും. അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആ എന്ത് ടേം ഉപയോഗിച്ചുകൊണ്ട് നമ്പർ ഓഫ് ടേംസ് കൗണ്ട് ചെയ്യാം. ഇവിടെ എത്രതിൻ്റെ മൾട്ടിപ്പിളാണ്, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റിമൈൻഡർ 2 വരുന്നതാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് ആരായിട്ട് എടുക്കുക, 3 ആയിട്ട് എടുക്കണോ 2 ആയിട്ട് എടുക്കുമോ. എത്ര കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് വേണം നമ്മൾ കോമൺ ഡിഫറൻസ് ആയിട്ട് എടുക്കാൻ. അവിടെ ഇപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയായിട്ട് എടുക്കുക, 3 ആയിട്ട് എടുക്കുക. എന്ത് ടേം ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ കിട്ടും, ഫസ്റ്റ് ടേം ഇവിടെ കിട്ടും. അപ്പോൾ xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d. ആ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ, ദെൻ ഫൈൻഡ് ദ സം ഓഫ് all numbers in the sequence. Sum of all numbers in the sequence. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ഇത് ഉപയോഗിക്കുമ്പോൾ ലാസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ടേംസ് കിട്ടും. നാലാമത്തെ ക്വസ്റ്റ്യനിൽ സം ഓഫ് ടേംസ് ആണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ മതി, ഉണ്ട് നമ്പർ ഓഫ് ടേംസ് ഇപ്പോൾ കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് ഫസ്റ്റ് ടേം കിട്ടും, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നിന്നും ലാസ്റ്റ് ടേം കിട്ടും. അപ്പോൾ ഏത് ഇക്വേഷൻ മതി നമുക്ക് സമ്മിന്, n/2 ഇൻറ്റു x1 പ്ലസ് xn, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, എന്ത് ടേമിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. ഇനിയാണ് നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അതെന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നേക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ് നല്ലോണം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 1, 4, 9, 16 etc. are the squares of counting numbers. The reminders got by dividing the square numbers with natural numbers have a cyclic property. For example, the reminders on dividing these numbers by 4 are tabulated here. 1, 4, 9, 16 എന്ന് തുടങ്ങുന്ന സീക്വൻസ് നമ്മുടെ നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് എടുത്തിട്ട് അതിൻ്റെ ഓരോ ടേംസിനെയും സ്ക്വയർ ചെയ്യുക. 1 സ്ക്വയർ, 2 എടുത്തു അപ്പോൾ 2ൻ്റെ സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സീക്വൻസ് ആണ് ഇവിടെ. ഓക്കെ, അത് സീക്വൻസ് ദ സ്ക്വയേഴ്സ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ്. The reminders got by dividing the square numbers with the natural numbers have a cyclic property. അപ്പോൾ ഈ സീക്വൻസിലെ ടേംസിനെ നമ്മൾ നാച്ചുറൽ നമ്പർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നാച്ചുറൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത്. ഓക്കെ, ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് 4 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ സീക്വൻസിൻ്റെ ഓരോ ടേമിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓരോ ടേമിനെയും എടുത്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സിനാണ് ഒരു സൈക്ലിക് പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് 1, 4, 9, 16, 25 എന്ന് തുടങ്ങുന്ന ടേംസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സാണ് കറസ്പോണ്ടിങ് ആയിട്ട് താഴെ എഴുതിയിരിക്കുന്നത്. നോക്കാമല്ലോ, ഫസ്റ്റ് ടേം 1 ആണ്. 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയായിരിക്കും, ആ 1 തന്നെ റിമൈൻഡർ ആയിട്ട് വരും. ദെൻ 4 ആണ് അടുത്ത നമ്പർ. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0. ദെൻ 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 × 8 റിമൈൻഡർ 1 വരും. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ റിമൈൻഡേഴ്സ് ആരൊക്കെ വരുന്നുണ്ട്, 1 0 1 0 1 0. കണ്ടോ, ഏതൊക്കെ നമ്പേഴ്സേ വരുന്നുള്ളൂ, 1 0 ആണ് ഇങ്ങനെ സൈക്കിളായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. 1 വന്നു, 0 വന്നു, അടുത്ത് 1 വരുന്നു, അടുത്ത് 0 വരുന്നു. ഇതാണ് 4 കൊണ്ട് ഈ സ്ക്വയേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൈക്ലിക് പ്രോപ്പർട്ടി. റിമൈൻഡേഴ്സ് എത്രയേ വരത്തുള്ളൂ, 1ഉം 0യേ വരത്തുള്ളൂ. ഓക്കെ, ഓൺ ഡിവൈഡിങ് ബൈ 4 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ലീവ് only 1 and 0 as reminders. പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയേ റിമൈൻഡേഴ്സ് കിട്ടത്തുള്ളൂ, 0 അല്ലെങ്കിൽ 1. ഇത് രണ്ടും മാത്രമേ എന്തായിട്ട് വരത്തുള്ളൂ, റിമൈൻഡേഴ്സ് ആയിട്ട് വരത്തുള്ളൂ.
ഫ്രം ദീസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നോക്കിക്കേ, 4 കൊണ്ട് പെർഫെക്റ്റ് സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ 0യും 1ഉം മാത്രമേ വരത്തുള്ളൂ അല്ലേ? അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് റിമൈൻഡർ 2 കിട്ടിയെന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കുമോ? ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 0 റിമൈൻഡർ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. നമ്പറിനെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് റിമൈൻഡർ 1 കിട്ടിയെന്ന് പറഞ്ഞാലും അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 2ഓ 3ഓ കിട്ടിയെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കുമോ? ഇല്ല. കാരണം എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ റിമൈൻഡർ ആരൊക്കെ വരത്തുള്ളൂ? 0യും 1ഉം മാത്രമേ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുള്ളൂ. From this we can conclude that an arithmetic sequence whose terms leaves remainder 2 on dividing by 4 do not have a perfect square. ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിൻ്റെ ടേംസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്നതാണ് ആ സീക്വൻസിലെ ടേംസ്. അങ്ങനെയാണ് എങ്കിൽ ആ ടേംസിൽ എവിടെയെങ്കിലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാവുമോ? ആ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന ടേംസ് ആണ് ആ സീക്വൻസ് കംപ്ലീറ്റ് ആയിട്ടും പോകുന്നത്. അങ്ങനെയെങ്കിൽ ആ സീക്വൻസിൽ എവിടെയെങ്കിലും നമുക്കൊരു 4ഓ 16ഓ 25ഓ 9ഓ 64ഓ ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ വരണമെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദി റിമൈൻഡേഴ്സ് മസ്റ്റ് ബി 0 ഓർ 1 ഇതായിരിക്കണം അല്ലേ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് 0യോ 1ഓ ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താ, പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0യും 1ഉം ആണ് മാറി മാറി വരുന്ന റിമൈൻഡേഴ്സ്. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ പോസിബിൾ റിമൈൻഡേഴ്സ് ഓൺ ഡിവൈഡിങ് എനി നമ്പർ ബൈ 4? Which are the possible reminders on dividing any number by 4? എന്താണ് ഈ സീക്വൻസിൻ്റെ കാര്യമല്ല പറയുന്നത്. ഏതൊരു നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരാവുന്ന പോസിബിൾ റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരാവുന്ന റിമൈൻഡേഴ്സ് എങ്ങനെയായിരിക്കും? ആ നമ്പറിനെക്കാളും ചെറിയ റിമൈൻഡേഴ്സ് ആയിരിക്കും വരുന്നത് ആണല്ലോ. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പോസിബിളായിട്ട് ഏതൊക്കെ റിമൈൻഡേഴ്സ് വരാം? കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവാം. അതായത് റിമൈൻഡർ 0 വരാം, റിമൈൻഡർ 1 വരാം, 2 വരാം, 3 വരാം. റിമൈൻഡർ 4 വരുമോ? ഇല്ല. ആ സമയത്ത് റിമൈൻഡർ 0 ആയി പോവും അല്ലേ? അപ്പോൾ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരാവുന്ന റിമൈൻഡേഴ്സ് 0, 1, 2 and 3. Okay. Then which are the numbers we would not get on dividing a perfect square by 4? അങ്ങനെയാണെങ്കിൽ ഈ നമ്പേഴ്സിൽ ഏതൊക്കെ നമ്പേഴ്സാണ്? വിച്ച് ആർ ദി നമ്പേഴ്സ് വി വുഡ് നോട്ട് ഗെറ്റ് ഡിവൈഡിങ് എ പെർഫെക്റ്റ് സ്ക്വയർ ബൈ 4? ഒരു പെർഫെക്റ്റ് സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിൽ ഏതൊക്കെ റിമൈൻഡേഴ്സാണ് വരാൻ ചാൻസ് ഇല്ലാത്തത്, വരാത്തത്? ആരൊക്കെയാണ്? 0, 1, 2, 3 ഈ 4 റിമൈൻഡേഴ്സാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നത്. ഇതിൽ ഏതൊക്കെ റിമൈൻഡേഴ്സാണ് പെർഫെക്റ്റ് സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ വരാത്തത്? 0യും 1ഉമേ വരത്തുള്ളൂ നമ്മൾ ടേബിളിൽ കണ്ടു. അപ്പോൾ പിന്നെ ആരൊക്കെയാണ് വരാതിരിക്കുന്നത്? 2 and 3 അല്ലേ? ഒരു പെർഫെക്റ്റ് സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏതൊക്കെ റിമൈൻഡേഴ്സ് വരത്തില്ല? 2ഉം 3യും റിമൈൻഡേഴ്സ് ആയിട്ട് വരില്ല. Then what is the remainder that leaves on dividing the terms of the arithmetic sequence 2, 5, 8, 11, etc. by 4? What is the remainder that leave on dividing the terms of the arithmetic sequence by 4? ഇവിടെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. 2, 5, 8, 11 എന്ന് തുടങ്ങുന്ന ഒരു സീക്വൻസ്. ഈ സീക്വൻസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വരാവുന്ന പോസിബിൾ റിമൈൻഡേഴ്സ് ആരൊക്കെയാണെന്നൊന്ന് നോക്കിക്കേ. 2 ഉണ്ട് അല്ലേ? 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്ര വരും? 2 വരും. പിന്നെ ഒരു 5 ഉണ്ട്. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരുന്നു? 1 വരും റിമൈൻഡർ. അപ്പോൾ 1ഉം 2ഉം വന്നു അല്ലേ? ഇനി പിന്നെ വരുന്നത് 8 ആണ്. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് വരുന്നത്? അങ്ങനെ നമുക്ക് ഈ സീക്വൻസിലെ ടേംസ് അറിയാം. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് നോക്കുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരാവുന്ന റിമൈൻഡേഴ്സ് നോക്കുക. ഓക്കെ, എന്തായാലും 4 റിമൈൻഡേഴ്സ് അല്ലേ വരത്തുള്ളൂ. അപ്പോൾ അതിൽ ഈ സീക്വൻസിൽ ഏതൊക്കെ റിമൈൻഡേഴ്സാണ് വരാൻ ചാൻസ് ഒന്ന് നോക്കുക. Does the arithmetic sequence 3, 7, 11, etc. contain perfect squares? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്?
3, 7, 11 എന്ന് തുടങ്ങുന്ന നമ്മൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, അതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട് എങ്കിൽ നമ്പേഴ്സിനെ എന്ത് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് ആരൊക്കെ വരും, 0യോ 1ഓ വരും. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഏതെങ്കിലും ടേംസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0യോ 1ഓ റിമൈൻഡറായിട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി, ഇതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ. ഓക്കെയാണല്ലോ. ശരി, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 4 which contains more perfect squares. Write the sequence with common difference 4. 4 common difference ആയിട്ട് വരുന്ന ഒരു സീക്വൻസ്. which contains more perfect squares. അതിനകത്ത് എന്ത് വരണം, കൂടുതൽ പെർഫെക്റ്റ് സ്ക്വയർ വരുന്നതും എന്താണ്, 4 കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നതും. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൽ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതും പിന്നെയോ 4ൻ്റെ ഡിഫറൻസ് വരുന്നതുമായിട്ടുള്ള ഒരു സീക്വൻസ് എഴുതുക. ട്രൈ ചെയ്ത് നോക്കാമല്ലോ അല്ലേ. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ ഇത്. മാർച്ച് 2018 എന്താണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആൻസേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.